വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇറങ്ങി വന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇനി മാർക്കറ്റ് എത്താൻ പോകുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ ഒരു ഏരിയ ഉണ്ട്. വീണ്ടും കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ ഒക്കെ കിട്ടിയ ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയയിലേക്കും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇനി എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ലെവലുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവ്മെന്റ് ഒക്കെ കിട്ടും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ആദ്യമായിട്ട് താഴെയുള്ള സപ്പോർട്ട് ഏരിയ 3207.154 ആൻഡ് 3226.589. അടുത്തത് 3247.149 ആൻഡ് അടുത്തത് 3266.865. അടുത്തത് 3302.353 ആൻഡ് അടുത്തത് 3287.987. ഇനി മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. ഇപ്പൊ മാർക്കറ്റ് വീണ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് വീണ ഒരു ഏരിയയാണ് 3335.025 ആൻഡ് 3348.826. അതുപോലെ അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരെണ്ണം 3370.513 ആൻഡ് 3355.867. ഇനി അതിന്റെ മുകളിലുള്ള വലിയൊരു സപ്ലൈ നടന്നൊരു ഏരിയ 3387.412 ആൻഡ് 3400.368. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞ തവണ ഒരു വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷെ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു എത്രത്തോളം പോകുന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും ഈ ലെവലൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവലിലാണ്. അതിന്റെ താഴെ തന്നെ 50 മിനിറ്റ്സിന്റെ നല്ലൊരു ലെവൽ കാണുന്നുണ്ട്. അതിനെയും ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലൈനായിട്ട് വരച്ച ഏരിയ ആണ്. അത് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ താഴെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു FEG കൂടിയും കിടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. FEG മാത്രമല്ല ഇവിടുന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പോയ ഒരു ലെവലും കൂടിയാണ്. അപ്പൊ അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനി രണ്ടേ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് ഒരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെ എത്താനുള്ള ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നിന്ന് വീണ്ടും ഒരു പക്ഷെ താഴോട്ടേക്കോ മുകളിലേക്കോ വരാം. മുകളിലേക്ക് വരികയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം ഇവിടെ താഴെ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അവിടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ സ്ട്രോങ് ലെവലുകളാണ് കേട്ടോ. ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം നല്ല സപ്ലൈ നടന്ന ലെവലുകളാണ്. അപ്പൊ ഇവിടേക്കൊക്കെ എത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഒന്നല്ലെങ്കിൽ താഴോട്ടേക്ക് നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു റിജക്ഷനോ മറ്റോ തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിലേക്ക് ഈ ലെവലാണ്. ഈ ലെവലിലൊക്കെ നേരത്തെ പറഞ്ഞ ലെവലുകളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ സെല്ലൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് 50 മിനിറ്റ്സിന്റെ
ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള FEGയിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ എന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തടുത്ത ലെവലായതുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. ചെറിയ ട്രേഡുകൾ വെക്കുക, വലിയ ട്രേഡുകളിലേക്ക് വരണ്ട. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്. അതുപോലെ തന്നെ പ്രൈസ് മൂവ്മെന്റ് നടക്കാനുള്ള സാധ്യതയുള്ള ഏരിയകളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ലെവലുകളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഈ പറയുന്ന സിനാരിയോ അതേപോലെ തന്നെ റിപ്പീറ്റ് ആവണമെന്നില്ല. കാരണം ലൈവ് മാർക്കറ്റിൽ ഈ ലെവലുകളിലെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് മാർക്കറ്റിന്റെ കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രമാണ് ഇപ്പോഴത്തെ അനാലിസിസ് നടക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.